ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ തംബ്നെയിൽ ഇത് കണ്ടോ, ഈ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതും ടൈറ്റിൽ കണ്ടതുമായിട്ടുള്ള ഒരു സംഭവമാണ് സ്മാർട്ട് ഒബ്ജക്റ്റ്. അതെന്താണ് സംഭവം? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഐക്കണാണ് ഇത്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടാൽ അറിയാം, ഈ ഒരു ലെയറിൻ്റെയും സൈഡിലായിട്ട് കുമ്മിണിയായിട്ട് അവിടെ ഈ ലെയർ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ എഴുതി കാണിക്കും സ്മാർട്ട് ഒബ്ജക്റ്റ് എന്താണ് തംബ്നെയിൽ എന്നവിടെ എഴുതി കാണിക്കും. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇതിങ്ങനെ വരുന്നത്, ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് ഞാനിവിടെ ഒരു എക്സാമ്പിളിനൊരു ഫോട്ടോ ഇതാദ്യം നമ്മൾ ഹൈഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാൻ മുമ്പ് എടുത്തൊരു ഫോട്ടോയാണ്. ഇതിൻ്റെ സൈസൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നമുക്കിതിനിവിടെ ചെറുതാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് കൊള്ളുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഇത് ഞാനിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഓക്കെ അല്ലേ? എന്നിട്ട് അപ്പോൾ ഇതിനകത്ത് ഒന്നും വന്നില്ലല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാം സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാനായിട്ട്? ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലെയറിൽ വന്നിട്ട് ഇവിടെയും നിങ്ങൾക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാം. ഇപ്പോൾ ഞാൻ അതിൽ ഞെക്കുകയാണ്. ഞെക്കിയ ഉടനെ ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയല്ലേ. അവിടെ ഒരു ഐക്കൺ വന്നു. ഞാൻ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യട്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഇത് മാത്രം നോക്കുക. ഇവിടെ ഒരു ഐക്കൺ വന്നു. എന്തിനാണിത് വരുന്നത്? ഞാൻ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് വേണ്ടി ഈ ഫോട്ടോ ഒരു തവണ കൂടി ഇതിനകത്ത് ഇടുകയാണ് ഞാൻ. ഓക്കെ, ഈ ഫോട്ടോ ഞാൻ ഒരു തവണ കൂടി ഇതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, അതിൻ്റെ അതേ ഒരു ഏകദേശം സൈസിൽ ഞാൻ കൊണ്ട് വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഐക്കണുണ്ട്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ലെയറാണിത്. ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് അല്ല, അതിനകത്ത് അങ്ങനെ ഒരു ഐക്കണേ ഇല്ല. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഈ രണ്ട് ഇമേജും ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് ഇതിനെ ഒരുമിച്ച് ലോക്ക് ചെയ്യുന്ന അറിയാലോ, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് താഴത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് വരും. അതിനുശേഷം ഇതിനെ ഇങ്ങനെ ചെറുതാക്കണം കേട്ടോ. ഏറ്റവും ചെറുതാക്കുകയാണ് ഞാൻ. പറ്റുന്ന അത്രയും ചെറുതാക്കി എൻ്റർ അടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെറുതാക്കി അവിടെ വെച്ച് എൻ്റർ അടിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ മൊത്തത്തിൽ ഒന്നുകൂടി ഇങ്ങനെ ഇവിടെ ഒന്ന് ഓടിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കി താഴത്തെ ഞെക്കിയാൽ മതി. ഇതിനെ വീണ്ടും നമ്മളിത് ഒന്ന് വലുതാക്കുകയാണ്. സെൻട്രലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വലുതാക്കി വരികയാണ്. ഇതിൻ്റെ അതേ കണക്ക് വലുതാക്കി ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ എൻ്റർ അടിക്കുകയാണ്. ഓക്കെ, ഇനി സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഫോട്ടോ ഉണ്ടോ, ഫുള്ള് പിരുന്ന് നാശമായി അല്ലേ. അപ്പോൾ മുകളിൽ കിടക്കുന്ന ഏതാ? നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാത്ത ഇമേജാണ് മുകളിൽ കിടക്കുന്നത്. താഴെ കിടക്കുന്നത്, താഴെ നോക്കൂ, ഇതിൻ്റെ ഈ ലെയറിൻ്റെ തൊട്ട് താഴെ വന്നിരിക്കുന്ന ഏതാ? ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഫയലാണ്. അപ്പോൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഉപയോഗം ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ മുകളിലുള്ള ലെയർ അങ്ങ് ഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ താഴെ ഉള്ളത് എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാം. ടടേ, കണ്ടോ എങ്ങനെയുണ്ട്? അതേ ക്വാളിറ്റിയിൽ അവിടെ നിൽക്കുന്നുണ്ടോ? മുകളിലത്തെ ഉണ്ടോ? അതായത് നമ്മളൊരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫോട്ടോ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെറുതാക്കേണ്ടിയും വരും, വലുതാക്കേണ്ടിയും വരും. ഇതങ്ങ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സ്മാർട്ട് ഒബ്ജക്റ്റിലുള്ള ലെയറിലൂടെ കിടക്കട്ടെ. അപ്പോൾ നമുക്കൊരു ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എന്തെങ്കിലും ചെയ്യുകയാണ്, ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ നമുക്ക് ചെറുതാക്കേണ്ടി വരും, വലുതാക്കേണ്ടി വരും, എന്തൊക്കെ വേണം ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ ഇതിപ്പോൾ ചെറുതാക്കി വെച്ചപ്പോൾ വേണ്ട, ഇവിടെ നമുക്ക് ചെറുതാക്കി വെച്ചാൽ കൊള്ളില്ല എന്ന് തോന്നിയിട്ട് വലുതാക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഇട്ടാൽ മാത്രമേ ഇങ്ങനെ ക്വാളിറ്റിയിൽ അത് തിരിച്ചു വരൂ. നിങ്ങളിപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഇല്ലാതെയാണ് അത് ചെറുതാക്കിയിട്ട് പിന്നും വലുതാക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നേന്ന് ആ ഇമേജിനെ വലിച്ചുകൊണ്ട് വരേണ്ടി വരും. ഇവിടെ ഇട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്ര ചെറുതാക്കിയാലും എന്ത് ചെയ്താലും റീസൈസ് ചെയ്താലും നിങ്ങൾക്ക് അതിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് വല്ലതും വെട്ടണമെങ്കിലോ തിരുത്തണമെങ്കിലോ എന്ത് ചെയ്യണമെന്ന്? ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഒരു ബട്ടൺ കണ്ടോ, ഐക്കൺ, ആ തംബ്നെയിലിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ലെയർ വേറൊരു സ്ഥലത്ത് ഓപ്പൺ ആവും. കണ്ടോ, ഈ ലെയർ 1 എന്നും പറഞ്ഞിട്ട് ഇവിടെ ഓപ്പൺ ആയല്ലേ. ഇത് നിങ്ങളുടെ ഇതിനകത്ത് കിടക്കുന്ന ഇതാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ എന്ത് വേണം നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്യാണ്.
ഓക്കെ, ഇത്രയും ഭാഗം അങ്ങ് മായ്ക്കുകയാണ് വയ്ക്കുക. മായ്ച്ചു. ഇത്രയും ഭാഗം അങ്ങ് ചുമ്മാ അങ്ങ് മായ്ച്ചു കളഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അവിടെയല്ലേ മായ്ക്കാൻ പറ്റാത്ത, ഇങ്ങനെ മായ്ച്ചു. എന്നിട്ട് നിങ്ങൾ Ctrl+S, നമ്മൾ സേവ് ചെയ്യുന്ന Ctrl+S അങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് സേവായി. ഇവിടെ കണ്ടോ. തിരിച്ച് നിങ്ങൾ അതിലോട്ട് പോയി നോക്കിയാൽ നിങ്ങളുടെ ക്യാൻവാസിൽ അതിവിടെ ആയിട്ടല്ലേ, അത് അവിടെ ചെയ്ത പണി ഇവിടെ വന്നു, ഓൾറെഡി വന്നു. കണ്ടോ. ഇനി നിങ്ങൾ വീണ്ടും അവിടെ പോയിട്ട്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു ബ്രഷ് ഇട്ടിട്ട് ഞാൻ വരച്ചു. Ctrl+S അടിക്കൂ, എന്നിട്ട് ഇവിടെ പോവും. അതവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് കിടന്നു കഴിഞ്ഞാൽ എന്താ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് മാറ്റം വേണമെങ്കിലും പിന്നീടും വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നിങ്ങളിവിടെ Ctrl+Z അടിച്ചു, ഈ മാറ്റം കളഞ്ഞിട്ട് S അടിച്ച് Ctrl+S അടിച്ചാൽ അതവിടെ പോവും. കണ്ടില്ലേ. ഇതാണ് ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ, ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഐക്കൺ മാറ്റിയേ പറ്റൂ, എനിക്കിനി അത് വേണ്ട. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. Ctrl+J അടിക്കുക, ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യുക, ആ ലെയറിനെ ഹൈഡ് ചെയ്യുക. ഒരു പക്ഷേ ചെയ്യുമ്പോൾ ഇങ്ങനെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഹൈഡ് ചെയ്തിട്ട് ആ 2 ലെയറും കൂടി ലോക്ക് ചെയ്തിട്ട് Ctrl+E അടിക്കുക. ഒറ്റ ലെയറായി, മെർജായി, ഒറ്റ ലെയറായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ മാറ്റാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, പിന്നെ നിങ്ങൾ ചെറുതാക്കിയിട്ട് എൻ്റർ അടിച്ചിട്ട് വലുതാക്കാൻ നോക്കിയാൽ അത് പിരിന്നു പോകും. അതുകൊണ്ട് ചെറുതാക്കാനും വലുതാക്കാനും വയ്ക്കുന്ന സമയത്ത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. അതിന് ലെയറിൽ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. ഇത്രയേ ഉള്ളൂ സ്മാർട്ട് ഒബ്ജക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മസ്റ്റായിട്ട് എല്ലാവർക്കും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അത് മറക്കുകയും ചെയ്യരുത്. പിന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.